ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതി വെച്ച് വായിക്കുന്ന ആളല്ല കേട്ടോ. നമ്മൾ പറയുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി ഇങ്ങനെ സംസാരിച്ചു പോവുകയാണ് എൻ്റെ ഒരു പോഡ്കാസ്റ്റിന്റെ രീതി. വെരി ഗുഡ്. താങ്ക് യു സർ. അപ്പോൾ മീഡിയ വേണ്ടി ചർച്ച വന്നതുകൊണ്ട് തന്നെ നമുക്ക് ജമാഅത്തെ ഇസ്ലാമി ഇത് വലിയ ചർച്ചാ വിഷയമാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഒരു ഇസ്ലാമിക സംഘടനയാണ്. അത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു സംഘടനയാണ് എന്നതിൽ വല്ല സംശയമുണ്ടോ? ഇല്ല. ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. എനിക്ക് യാതൊരു സംശയമില്ല. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു സംഘടന. പിന്നെ എന്തിനാണ് UDF? അത് UDFന് ഗുണം ചെയ്യുമോ? നല്ല ചോദ്യം. ഗുണം ചെയ്യില്ല എന്ന് ഞാൻ കരുതുന്നതിന്റെ കാരണം ഇപ്പൊ നമുക്കറിയാം, ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസ് കഴിഞ്ഞപ്പോഴേക്കും UDFന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പോൾ അതിനെ കൂടുതൽ ഒരു ഈവൻ സ്റ്റേറ്റിലേക്ക് വീണ്ടും കൊണ്ടുവരാനും ഈ ചർച്ച വീണ്ടും UDFന് അഗെയിൻസ്റ്റ് ആയി വരാനും, എന്നാൽ അവിടെ പിടിച്ചിട്ട് CPMന് കയറാനുള്ള ഒരു പിടിവള്ളിയാണ് സത്യത്തിൽ സതീശൻ അവിടെ കൊടുത്തിരിക്കുന്നത്. എന്ത് പ്രത്യാഘാതവും നേരിടാൻ ഒരുക്കമാണെന്ന് അർത്ഥം. അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇനി അഥവാ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ, നിങ്ങളൊരു ഷാർപ്പ് ഷ്രൂഡ് പൊളിറ്റീഷ്യൻ ആണെങ്കിൽ നിങ്ങൾ തന്നെ അണ്ടർ ദ കാർപ്പറ്റ് വയ്ക്കും. അദ്ദേഹം ഇവിടെ ചെയ്തത് എന്താ? പൊതുമധ്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കുകയാണ്. ഈ വെള്ളപൂശൽ എന്ന് പറഞ്ഞത് ഗുണം ചെയ്യില്ല. അതിന് കാരണമുള്ളത് സമസ്ത മുസ്ലിം സംഘടനയാണ്. അതെ, തീർച്ചയായിട്ടും. സമസ്ത ഇവിടെ നിൽക്കുന്നത്, സമസ്ത പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി മതരാധിരാധമുള്ള സംഘടനയാണ്. ആരോടും ഇതിങ്ങനെ എത്ര വട്ടം മതേതരത്വ നിലപാടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടുകളും, അതായത് ഒരു നാണയത്തിന്റെ ഇരുവശം എന്ന് വേണമെങ്കിൽ RSSനെയും ജമാഅത്ത് ഇസ്ലാമിനെയൊക്കെ നമുക്ക് അവിടെയാണ് പ്രശ്നം. അതിലൊരു ചെറിയ ചേഞ്ച് ഉള്ളത് പറയാം. അതായത് RSSന്റെ പ്രിൻസിപ്പിളിൽ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് ഓൾറെഡി ആണ്, അത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതില്ല എന്നാണ്. RSSന്റെ നേതാക്കന്മാരോട് ചോദിച്ചാൽ മതി, ഇറ്റ് ഈസ് ഓൾറെഡി എ ഹിന്ദു രാഷ്ട്രം. പക്ഷെ അങ്ങനെ അല്ലല്ലോ. അല്ലല്ല, അങ്ങനെ നമ്മുടെ മതേതരത്വ ജനാധിപത്യ രാജ്യമല്ലേ. ഒരിക്കലും നമ്മുടെ ആ ഹിന്ദു എന്ന് പറയുന്ന ഇവിടുത്തെ കൾച്ചറാണ്. മതവാദവും ഇല്ലാത്ത ആൾക്കാരല്ലേ നമ്മുടെ ആദ്യകാലത്തുള്ള ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള ഭരണം വന്നിരിക്കുന്നത്. രാമചന്ദ്ര കി ജയ് എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യമുള്ള നമ്മുടെ റെജിമെന്റുകളുണ്ട് അല്ലെ. ജയ് മഹാകാളി ഒക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ഓരോ നമ്മുടെ റെജിമെന്റുകൾക്ക് എത്രയോ കാലം മുതലുണ്ട്. അപ്പൊ നമ്മുടെ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ജവഹർലാൽ നെഹ്റുവോ ലാൽ ബഹാദൂർ ശാസ്ത്രിയോ ഒന്നും അതിന് മാറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? മതപരമായിട്ടല്ല, അത് ഈ നാടിന്റെ സംസ്കാരമാണ് എന്നതുകൊണ്ടാണ്. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. തലയ്ക്കകത്ത് ആൾതാമസം വേണം. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ RSSകാർ പറഞ്ഞത് ഇറ്റ് ഈസ് ഓൾറെഡി എ ഹിന്ദു രാഷ്ട്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ പറയാം. പക്ഷേ ഇസ്ലാം അതല്ല. ഇവർ പറയുന്നത് ഞങ്ങൾ ഇതിലേക്കാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, മതരാഷ്ട്രവാദത്തിലേക്ക്